ഹായ് ഒരുവൺ, ഇന്ന് ഡേ 9 ആണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ശ്രീകൃഷ്ണജയന്തിക്ക് കൃഷ്ണനായ ഒരു സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, വിഷുവൊക്കെ കഴിഞ്ഞാറ് ചുമ്മാ എടുത്തിട്ടതാണ്. ആ വീഡിയോ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ നിന്ന് മാറ്റിയിട്ടേക്കണായിരുന്നു, ഞാൻ തിരിച്ച് ആക്കവ് ചെയ്തായിരുന്നു. അതിൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മുടി ഉണ്ടായിരുന്നു അത്യാവശ്യം. ആ കൊറോണ ടൈം കഴിഞ്ഞ ടൈമിലാണ് ഞാൻ ഡിഗ്രി ആയിരുന്നത്. അപ്പോൾ ആ ടൈമിൽ വീട്ടിലിരുന്ന് ഗെയിമൊക്കെ കളിച്ച് മുടിയൊക്കെ വളർത്തി അത്യാവശ്യം നല്ല ലെങ്ത് ആയിരുന്നു മുടി. അപ്പം മുടി വെട്ടേണ്ട ഒരു ടൈമായി, കാരണം ബോക്സിങ് കോമ്പറ്റീഷൻ വന്ന ടൈമിൽ സാറ് സമ്മതിച്ചില്ല മുടി വളർത്തിയിട്ട് കോമ്പറ്റീഷൻ ഇറങ്ങാനായിട്ട്. ആ മുടി വെട്ടുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. അങ്ങനെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ റെൻ്റ് ഔട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ചെന്ന്, അടിപൊളി മീൻസ് കാരണം എനിക്ക് താടി ഉണ്ടായിരുന്നു. അങ്ങനെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ റെൻ്റ് ഔട്ട് ചെയ്ത് ശ്രീകൃഷ്ണജയന്തിക്ക് ഞാൻ തൃപ്പൂണിത്തുറ നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷൻ്റെ അവിടുത്തെ ശ്രീകൃഷ്ണജയന്തിയിലാണ് കയറിയത്. അപ്പോൾ ഏറ്റവും പുറകിലായിരുന്നു, കാരണം കുറേ വൈകിയാണ് ചെന്നത് ഞാൻ. അപ്പോൾ അങ്ങനെ ഏറ്റവും പുറകിൽ നിന്ന് എന്നെ പോലീസുകാരും കാര്യങ്ങളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്, അത് കഴിഞ്ഞ് കമ്മിറ്റി, അതായത് നമ്മുടെ ടീം കാര്യങ്ങളുണ്ടാവുള്ളൂ, ഘോഷയാത്രയുടെ കമ്മിറ്റി ടീമിലെ ചേട്ടന്മാർ പറഞ്ഞ് എടാ ഫ്രണ്ടിലേക്ക് കയറിക്കോളാൻ പറഞ്ഞ് അങ്ങനെ മുന്നിലേക്ക് കയറി അവസാനം എൻ്റെ ഏകദേശം ഫ്ലെക്സ് ആ ഒരു ഇതുണ്ടാവില്ല, അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എത്താറായ ടൈമിലായി പോകും. എന്നുവെച്ചാൽ പോണ വഴി ഇങ്ങനെ കുഞ്ഞു കൃഷ്ണന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഒരു കൗതുകം, കണ്ണാടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോകും. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ചേച്ചിമാർക്കാണ് അമ്മമാർക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ചിരിച്ച് ഹായ് കാണിച്ചിട്ട് ഇങ്ങനെ പോരായിരുന്നു. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് എത്തിയപ്പോകും ആകെ ബാഡായി. കമ്മിറ്റിക്കാർ താടിയും ഇതും വെച്ചേക്കണ കാരണം പറ്റത്തില്ല, അലമ്പാക്കി. അങ്ങനെ അതിൽ നിന്ന് പുറത്തിറക്കി, പുറത്തുനിന്ന് പോയി, അവിടെ നിന്ന് അലമ്പായി. അതിനുശേഷം എന്തായാലും കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എടുത്ത് ശ്രീകൃഷ്ണനാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. കോസ്റ്റ്യൂമൊക്കെ എടുത്ത് വെറുതെ പോലെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ലുലു മാളിൽ പോയതിൻ്റെ വീഡിയോ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചുമ്മാ വിഷയമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ തോന്നുമ്പോഴായിരിക്കും ഇത്രയും തൊലിക്കെട്ടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് തോന്നിയൊരു ഇതായിരുന്നു. അത് ഇന്ന് ഈ വീഡിയോ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ നിങ്ങളടുത്ത് പറയാൻ തോന്നി. ഇനി ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമല്ല, കഴിഞ്ഞ 2 വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ക മുടിയൊക്കെ വെട്ടി താടി കളഞ്ഞ് ഒരു പ്രാവശ്യം കൂടി ആവണം എന്നൊരാഗ്രഹമുണ്ട്. എന്തായാലും ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് നമുക്ക് ബാക്കി നോക്കാം എന്തായാലും. ഇന്നത്തെ സ്റ്റോറി ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.